ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എഡ്യൂക്കേഷൻ റെനൻസ് ഇൻ കേരള, ശ്രീനാരായണ ഗുരു ആൻഡ് വക്കം അബ്ദുൽ മൗലവിയാണ്. ശ്രീനാരായണ ഗുരുവും വക്കം അബ്ദുൽ മൗലവിയും ഭയങ്കര ഫെമിലിയർ ആയുള്ള ഒരാൾക്കാരാണല്ലേ. നമുക്കറിയാം, നമ്മൾ ആദ്യം മുതലേ പഠിച്ചിട്ടുണ്ട് ഇവരുടെ കോൺട്രിബ്യൂഷൻസും കാര്യങ്ങളൊക്കെ ആ ഒരു സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലും അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ സഫർ ചെയ്യുന്ന സമയത്ത് ഇവർ കൊണ്ടുവന്ന പല പ്രവർത്തനങ്ങൾ ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന, അതായത് ഇപ്പോൾ സ്കൂളുകളുടെ ആയാലും വിദ്യാഭ്യാസത്തിൻ്റെ ആയാലും സ്ത്രീകളുടെ ഉന്നമനത്തിനായാലും ഒക്കെ പിന്നിൽ ഇവരുടെ ഒരു പ്രവർത്തനം നമുക്കറിയാം. അപ്പോൾ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഓൾമോസ്റ്റ് അറിയാം നമുക്ക്, അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാനതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഓൾറെഡി ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ശ്രീനാരായണ ഗുരു 1855 ഓഗസ്റ്റ് 20 ചെമ്പഴന്തിയിലാണ് ജനിച്ചിട്ടുള്ളത്. അതൊരു ചെമ്പഴന്തി എപ്പോഴും ഇങ്ങനെ നമുക്ക് കേട്ടിട്ടുണ്ടല്ലേ മുന്നേ തന്നെ. തിരുവനന്തപുരം ജില്ലയിലെ ഒരു സ്ഥലമാണ് ചെമ്പഴന്തിയുള്ളത്. അദ്ദേഹത്തിൻ്റെ ജനനം അവിടെയാണ്. പിന്നെ പാരൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഹിസ് പാരൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാടൻ ആശാൻ ആൻഡ് കുട്ടിയമ്മ ആൻഡ് അത് രണ്ടുമാണ് അവരുടെ പാരൻസ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ചിന്താഗതികളും പ്രവർത്തനങ്ങളും വളരെ വ്യത്യസ്തമായിരുന്നു. അതാണ് പിന്നെ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹി റിഡീംഡ് ദ ഡൗൺ ഹ്യൂമൻ ഫ്രം ദ കോഴ്സ് ഓഫ് കാറ്റിസ് ആണ്. ആൻഡ് oneness of humanity was his dream, unparalleled were his deed, obtaining a clear vision of the unity and the downtrodden humanity around him. Srinarayana Guru decided to return world he had withdrawn, and he started his revolutionary mission. Consecration of a Hindu temple was the exclusive right of Brahmins. അപ്പം നമുക്കറിയാം, ഈ സ്വാതന്ത്ര്യ സമര കാലത്ത് ഈ താഴ്ന്ന ജാതിപ്പെട്ട ആൾക്കാരായാലും വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിലായാലും പിന്നെ തൊട്ടുകൂടായ്മ അങ്ങനത്തെ ഒരു സമയത്താണ് ഈ ഗുരുവിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതലായിട്ട് വന്നിട്ടുതന്നെ. ഗുരുവിന് എല്ലാവരും ഒരുപോലെ ആവണം, എല്ലാവർക്കും ഒരേ ഈക്വൽ റൈറ്റ്സ് വേണം, അതിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. അപ്പോൾ അമ്പലങ്ങളിൽ കയറാൻ പറ്റാത്തൊരു പ്രശ്നം നടക്കുന്നുണ്ടായിരുന്നല്ലോ പണ്ട്. നമുക്ക് താഴ്ന്ന ജാതിയിലുള്ള ആൾക്കാർക്ക് അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും സാധിക്കുന്നുണ്ടായിരുന്നില്ല. അതിനൊക്കെ വേണ്ടിയിട്ട് ഒരു മുൻകൈ എടുത്തിരുന്ന ഒരാൾ കൂടിയായിരുന്നു ശ്രീനാരായണ ഗുരു. അതാണ് ഇതിൽ പറയുന്നത്. അരുവിപ്പുറം ശിവപ്രതിഷ്ഠയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. 1888 അത് നടന്നിട്ടുള്ളത്. പിന്നെ പറയുമ്പോൾ campaigned against the observance of such practice of a തളിക്കെട്ടു കല്യാണം ആൻഡ് അങ്ങനെ. പിന്നെ ശ്രീനാരായണ ഗുരു ഹാഡ് ഹൈറ്റ് electric outlook in religion matters as evidenced by famous saying, one caste, one religion, one God for me, God for man. അത് നമ്മൾ കേട്ടിട്ടല്ലേ, ഒരു ജാതി ഒരു മതം എന്നുള്ള ആ ഒരു കോട്ട് ഭയങ്കര ഒരു ഫേമസ് ആയിട്ടുള്ള കാര്യമാണ്. ശ്രീനാരായണ ഗുരു അതിലൂടെ ഉദ്ദേശിക്കുന്നത് തന്നെ അവിടെ ഡിസ്ക്രിമിനേഷൻ പാടില്ല, മനുഷ്യന്മാരെല്ലാവരും ഒന്നാണ്, ജാതിയുടെ പേരിലൊരു പ്രശ്നം ഉണ്ടാവരുത്, എല്ലാവർക്കും ഒരേ റൈറ്റ്സ് ആവണം എന്ന ഒരു ഇതിലാണ് ഈ ഒരു തീം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇറ്റ് ഹാസ് ബീൻ ഹെയിൽഡ് ആസ് എ ഫാദർ ഓഫ് എ മോഡേൺ കേരള റെനൻസ് ആണ്. അദ്ദേഹത്തിൻ്റെ അദ്ദേഹം അറിയപ്പെടുന്നത് തന്നെ ഫാദർ ഓഫ് എ മോഡേൺ കേരള റെനൻസ് ആണ്. പിന്നെ ഈ 1903 ശ്രീനാരായണ ഗുരു എസ്റ്റാബ്ലിഷ്ഡ് എ സോഷ്യൽ ഓർഗനൈസേഷൻ കോൾഡ് ശ്രീനാരായണ, അതായത് SNDP ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. SNDP യോഗങ്ങളും കാര്യങ്ങളൊക്കെ അതൊക്കെ ഗുരുവിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻസ് ആണ്. അതായത് 1903 അത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. യോഗം ടു സ്പ്രെഡ് മെസ്സേജ് ഗുരു എഗെയിൻസ്റ്റ് ദ കാസ്റ്റ് സിസ്റ്റം ഇൻ കേരള. ഒരു മെയിനായിട്ട് ഈ യോഗം തുടങ്ങിയത് തന്നെ ഈ ഡിസ്ക്രിമിനേഷനും കാര്യങ്ങളൊക്കെ നിർത്താനോ, അതായത് കാസ്റ്റിനൊക്കെ എതിരായിട്ടാണ് ഇത് തുടങ്ങിയത് തന്നെ. SNDP എസ്റ്റാബ്ലിഷ് സെവറൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ ഈഴവ കമ്മ്യൂണിറ്റി. ഈഴവ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടും പിന്നെ അത് പ്രവർത്തിക്കൽ തുടങ്ങി. ഇന്നിപ്പോൾ അതിൻ്റെ കീഴിൽ കുറേ സ്ഥാപനങ്ങൾ ഇതൊക്കെ വരുന്നുണ്ട്. 1925 ഗുരു സപ്പോർട്ടഡ് ഫേമസ് വൈക്കം സത്യാഗ്രഹ മൊമെൻറ്റ് വിച്ച് ഡിമാൻഡ് എൻട്രി ഫോർ ലോവർ കാസ്റ്റ് പീപ്പിൾ ഇൻ ദ ശിവ ടെമ്പിൾ അറ്റ് വൈക്കം ഓൾ ദ ടെമ്പിൾ ഇൻ കേരള. 1925 മറ്റേ ഞാൻ പറഞ്ഞല്ലോ അമ്പലങ്ങളിലും മറ്റും കയറാനുള്ള വിലക്ക് ഉണ്ടായിരുന്നത് എന്നുള്ളത്. അതിനെതിരെ നടന്ന ഒരു സത്യാഗ്രഹ സമരമായിരുന്നു
വൈക്കത്ത് നടന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുറേ കാര്യങ്ങൾക്ക് ഗുരു മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്. പല കാര്യങ്ങളും പിന്നോട്ട് നിൽക്കുന്ന ആൾക്കാരെന്നെ മുന്നോട്ട് കൊണ്ടുവരാനും അവരുടെ ഡിസ്ക്രിമിനേഷനും മറ്റും ഒഴിവാക്കാനും വേണ്ടിയിട്ട് ഗുരു ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൽ കോൺട്രിബ്യൂഷൻസിൽ മെയിനായിട്ട് പറഞ്ഞാൽ തന്നെയാണ് സ്ത്രീകളുടെ പഠനത്തിനും പിന്നെ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെ പഠനത്തിനൊക്കെ വേണ്ടിയിട്ട് ഗുരു SNDP യോഗങ്ങളിലും മറ്റും ചേർന്നിട്ട് സ്കൂളുകളും കോളേജുകളൊക്കെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അതിന് എക്സാമ്പിളാണ് ഇന്നും നമ്മളെ നാട്ടിലുള്ള SN കോളേജുകൾ, SN ട്രസ്റ്റിൻ്റെ കീഴിലുള്ള സ്കൂളുകളും കാര്യങ്ങളൊക്കെ ഇതിനൊരു എക്സാമ്പിളാണ്. പിന്നോക്ക വിഭാഗക്കാരെ മുന്നിലേക്ക് എത്തിച്ച് അവരെ ആ ഒരു ഡിസ്ക്രിമിനേഷനിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇത്തരം കാര്യങ്ങളിൽ ഗുരു മുന്നോട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ വേറൊരാളാണ് വൈക്കം അബ്ദുൽ ഖാദർ മൗലവി. അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഇതാണ്. അദ്ദേഹത്തിനെ കൂടുതൽ നമുക്കറിയാം സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകനാണ്. അദ്ദേഹം ഒരു റൈറ്ററാണ്, ആർക്കിടെക്റ്റ്, സോഷ്യൽ റിഫോമർ ആൻഡ് ജേർണലിസ്റ്റ് ഓഫ് എ മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. ഇദ്ദേഹം കൂടുതലും മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് വേണ്ടി പ്രവർത്തിക്കലായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് അന്ന് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷൻ നേരിട്ട് വന്നിരുന്ന ഒരു വിഭാഗമായിരുന്നു മുസ്ലിം ആൾക്കാർ. അവരുടെ വിദ്യാഭ്യാസങ്ങൾക്കും അവരെ മുന്നോട്ട് കൊണ്ടുവരാനുമാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നയിച്ചിരുന്നത്. അദ്ദേഹം ജനിച്ചത് 1873 അഞ്ചുതെങ്ങ് എന്നുള്ള സ്ഥലത്താണ് ജനിച്ചത്. 1904 ആണ് അദ്ദേഹം 1904 ഹി ഇമ്പോർട്ടഡ് എ പ്രിൻറ്റിംഗ് പ്രസ് ഡയറക്ട്ലി ഫ്രം ഇംഗ്ലണ്ട് ആൻഡ് സെറ്റപ്പ് അച്ചുതെങ്ങാണ്. ഇൻ 1906 മൗലവി സ്റ്റാർട്ടഡ് മുസ്ലിം മാഗസിൻ, ഒരു മാഗസിൻ അവൻ സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് ഹി സ്റ്റാർട്ടഡ് ഓൾസോ എ പ്രസ് ഇൻ വൈക്കം ആൻഡ് പബ്ലിഷ്ഡ് ആൻ അറബിക് മലയാളം മാഗസിൻ കോൾഡ് അൽ സലാം. അദ്ദേഹം തുടങ്ങിയിട്ടുള്ള ആദ്യത്തെ ഒരു മാഗസിനാണ് അൽ സലാം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നീട് സ്വദേശാഭിമാനി വാസ് പബ്ലിഷ്ഡ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് എ CP ഗോവിന്ദപിള്ളൈ ഇൻ 1906. K. Ramakrishna Pilla became the editor of the Swadeshabhimani, and Ramakrishna Pilla was deported in 1910 for his sharp criticism of the Divan rule. Maulavi submitted a petition of a Maharaja of the Travancore in 1915 regarding the reform of a Muslim education. The Islamia publishing Gramashala was established in public books that provide Maulavi was contributed lots of education and the social field as a Muslim community. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, മൗലവി കൂടുതൽ മുസ്ലിം കമ്മ്യൂണിറ്റീനെ ഉയർത്തിക്കൊണ്ടുവരാനും അവർക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളായിരുന്നു. മാഗസീനായാലും എഡ്യൂക്കേഷൻ, ഇപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ മേലെ തന്നെ അവർക്ക് എഡ്യൂക്കേഷൻ ഒരുക്കാൻ വേണ്ടിയിട്ട് സ്കൂളുകളും കാര്യങ്ങളൊക്കെ ചെയ്യാനും അദ്ദേഹം മുൻപന്തിയിലായിരുന്നു. കൂടുതലായിട്ടും മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻസാണ് അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നത്. 1932 ഒക്ടോബർ 30 അദ്ദേഹം മരണപ്പെടുകയാണ്. കോൺട്രിബ്യൂഷൻസ് മെയിനായിട്ട് പറയുന്നത് പയനിയർ ഓഫ് ദ മോഡേൺ മുസ്ലിം എഡ്യൂക്കേഷൻ ഇൻ കേരള, എസ്റ്റാബ്ലിഷ്ഡ് ദാറുൽ ഉലൂം സ്കൂൾ അറ്റ് വാഴക്കാട് മലപ്പുറം, പ്രൊമോട്ടഡ് ഇംഗ്ലീഷ്, സയൻസ്, മാത്തമാറ്റിക്സ് എഡ്യൂക്കേഷൻ, advocated education for women, reformed traditional madrasa system, used journal like Al Salam, spread educational awareness, encouraged integrating of a religious and secular education, inspired formation Kerala Muslim Aikya Sangham. മെയിനായിട്ട് ഞാൻ പറഞ്ഞില്ലേ കോൺട്രിബ്യൂഷൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലേഡീസിന് വേണ്ടിയിട്ടുള്ള പഠനം, പിന്നെ അദ്ദേഹത്തിൻ്റെ ആ മാഗസിൻ ഭയങ്കര ഫേമസ് ആയിട്ടുണ്ടായിരുന്നു കാരണം എഡ്യൂക്കേഷണൽ അവയർനെസ്സിന് വേണ്ടിയിട്ട്. പിന്നെ ഇംഗ്ലീഷ്, സയൻസ്, മാത്തമാറ്റിക്സ് ഒക്കെയാണ് അദ്ദേഹം പ്രൊമോട്ട് ചെയ്യുന്നത്, ഒരാൾക്ക് ബേസിക്കായി അറിയിക്കേണ്ട കാര്യങ്ങൾക്ക് മറ്റും. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് വരുന്നത്. അപ്പോൾ ശ്രീനാരായണ ഗുരുവും വക്കം അബ്ദുൽ മൗലവിയാണ് കുറിച്ചാണ് നമ്മളതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവരെ കോൺട്രിബ്യൂഷൻസും കാര്യങ്ങളും ഇന്നത്തെ വലിയ മാറ്റങ്ങൾക്ക് അവരുടെ ഒരു കയ്യൊപ്പുണ്ട്. ഇന്ന് നമുക്ക് കാണുമ്പോൾ അതൊന്നും അത്ര വലിയ സംഭവമായിട്ട് തോന്നില്ല, പക്ഷെ അന്നത്തെ ആൾക്കാരത്
വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന, അതായത് ഡിസ്ക്രിമിനേഷനൊക്കെ ഇന്നും ഉണ്ട്, ഇന്നും അതിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ നടക്കുക. പക്ഷെ അതിൻ്റെ ഒരു പീക്ക് ലെവലുള്ള സമയത്താണ് അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ശബ്ദം ഉയർത്തിയുന്ന ആൾക്കാരാണ് ഇവർ രണ്ടുപേരും. നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ബർത്ത് പ്ലേസ് ഓഫ് ദ ശ്രീനാരായണ ഗുരു. അല്ല ഓപ്ഷന് ചെമ്പഴന്തി, ബേപ്പൂര്, ചെറുതുരുത്തി, വൈക്കം ആണ്. നമ്മൾ ഓൾറെഡി ഞാനിത് PPT തുടങ്ങുമ്പോൾ തന്നെ പറയുന്നു ചെമ്പഴന്തിയിലാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ബർത്ത് പ്ലേസ് പറഞ്ഞാൽ ചെമ്പഴന്തിയാണ്. പിന്നെ ഹൂ വാസ് ദ ഫാദർ ഓഫ് ദ മോഡേൺ കേരള റെനൻസ്, അതും ഞാൻ ശ്രീനാരായണ ഗുരുവിൻ്റെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഭാഗത്ത്. അപ്പോൾ ഫാദർ ഓഫ് മോഡേൺ കേരള റെനൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രീനാരായണ ഗുരു തന്നെയാണ് വരുന്നത്. പിന്നെ ഹു ഈസ് ഫാദർ ഓഫ് എ റെനൻസ്, ഹു ഈസ് ദ ഫാദർ ഓഫ് എ മോഡേൺ കേരള റെനൻസ്, ശ്രീനാരായണ ഗുരു നമ്മൾ ഓൾറെഡി വായിച്ചു. ഇൻ വിച്ച് ഇയർ SNDP എസ്റ്റാബ്ലിഷ്ഡ്, SNDP യോഗത്തിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും മറ്റും പങ്കുവെച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്രീനാരായണ ഗുരുവിൻ്റെ കാര്യം പറഞ്ഞപ്പം. അത് ഇയർ വരുന്നത് 1903 ഓക്കെ. വാട്ട് വാസ് ദ നെയിം ഓഫ് ദ മാഗസീൻ സ്റ്റാർട്ടഡ് ബൈ മൗലവി ഇൻ 1906? അത് നമ്മൾ പറയുന്നു അൽസലാം എന്നുള്ള ഒരു ഫേമസ് ആയുള്ളതാണ്. അത് കൂടുതൽ അവെയർനെസ് ഒക്കെ അതായത് എഡ്യൂക്കൽ അവെയർനെസ് കൊടുത്തു എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ 1906 പറയുമ്പോൾ ദ മുസ്ലിം എന്നുള്ള മാഗസീനാണ് വരിക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ വേർ ഡിഡ് ശ്രീനാരായണ ഗുരു കോൺസെൻട്രേറ്റ് ഹിസ് ഫസ്റ്റ് ടെമ്പിൾ? അത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അരുവിപ്പുറമാണ് അവിടെ. അതായത് താഴ്ന്ന ജാതിയിൽപ്പെട്ടുള്ള ആൾക്കാർക്ക് അമ്പലത്തിൽ പ്രവേശിക്കാൻ പറ്റില്ലായിരുന്നു. അതിനെതിരെ നടന്നിരുന്ന ഒരു സമരം, അതായത് സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായിരുന്നു അരുവിപ്പുറത്തെ ശിവപ്രതിഷ്ഠ എന്ന് പറയുന്നത്. പിന്നെ അടുത്ത് ഹൂ ബിക്കേം ദ എഡിറ്റർ ഓഫ് ദ സ്വദേശാഭിമാനി അണ്ടർ മൗലവി ലീഡർഷിപ്പ്? അത് നമ്മൾ മൗലവിയുടെ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരാണ്? K. രാമകൃഷ്ണൻ പിള്ളയാണ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് വാസ് ദ മെയിൻ ഗോൾ ഓഫ് വൈക്കം മൗലവി ഇസ്ലാമിയ പബ്ലിഷിംഗ് ഗ്രാമശാല? എന്തായിരുന്നു അതിൻ്റെ മെയിൻ ഗോള്? മൗലവി അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ. അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് തന്നെ പ്രൊവൈഡ് ഗൈഡൻസ് ടു മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. വിച്ച് ക്വാളിറ്റി ബെസ്റ്റ് ഡിസ്ക്രൈബ് ദ ശ്രീനാരായണ ഗുരുസ് ഫിലോസഫി? ഏത് ക്വാളിറ്റിയാണ് അദ്ദേഹത്തിൻ്റെ ഫിലോസഫി ഇതാക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇറ്റ്സ് എ റിലീജിയസ് ഇക്വാലിറ്റിയാണ്. അടുത്ത MCQ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അസേഷനാണ്. ശ്രീനാരായണ ഗുരു concentrated a Shiva temple at Aruvipuram and he wanted to change the caste based. A എന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ വായിച്ചത്. R എന്ന് പറയുമ്പോൾ റീസൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? He wanted to change the caste based monopoly of temple rights എന്നാണ്. അപ്പോൾ നമ്മളെ കയ്യിലുള്ള ഓപ്ഷൻസ് രണ്ടും ട്രൂ ആണെന്നുണ്ട്, രണ്ടും ഫോൾസ് ആണെന്നുണ്ട്. A ട്രൂ ആണെന്നുണ്ട്, B R ഫോൾസ് ആണെന്നുണ്ട്, ഇത് ട്രൂ ആണെന്നുള്ളതുണ്ട്. ഏതായിരിക്കും? നമ്മൾ ഓൾറെഡി അതിൽ PPTയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അരുവിപ്പുറത്തെ ഒരു ശിവപ്രതിഷ്ഠേനെ കുറിച്ചിട്ട്. അത് ഓൾറെഡി അപ്പോൾ സത്യമാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നതിൽ. ഹി വാണ്ടഡ് ടു ചേഞ്ച് ദ കാസ്റ്റ് ബേസ്ഡ് ആൻഡ് മോണോപ്ലേ ഓഫ് ദ ടെമ്പിൾ റൈറ്റ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് A ചൂസ് ചെയ്യാൻ പറ്റും, കാരണം രണ്ടും എന്താണ്? കറക്റ്റാണ്. അതിൻ്റെ ഒരു റീസണാണ് he wanted to change the caste based monopoly temple rights എന്നുള്ളത്. ഓക്കെ. അടുത്തത് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ വൈക്കം മൗലവി എസ്റ്റാബ്ലിഷ് ദ ഇസ്ലാമിയ ഗ്രന്ഥശാല ഓൺലി ടു പ്രൊമോട്ട് പൊളിറ്റിക്കൽ റൈറ്റിങ്സ് ആൻഡ് റീസൺ എന്ന് പറഞ്ഞാൽ ഹി ബിലീവ്ഡ് പൊളിറ്റിക്സ് വാസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ റിലീജിയൻ. അതിലിതേമാതിരി 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. രണ്ടും ഫോൾസ് ആണെന്നുണ്ട്, രണ്ടും ട്രൂ ആണെന്നുണ്ട്, ഒന്ന് ഫോൾസ് ആണെന്നുണ്ട്, ട്രൂ ആണെന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി അതിൽ വായിച്ചത് ഉണ്ടായിരുന്നു. കാരണം എന്താണ്? ഈ ഫോൾസ് ആണ്. വൈക്കം അബ്ദുൽ എസ്റ്റാബ്ലിഷ്ഡ് പ്രൊമോട്ട് എ പൊളിറ്റിക്സ് അല്ല. അത് എന്തിനായിരുന്നു ശരിക്കും ചെയ്തിട്ടുണ്ടായിരുന്നത്? മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഇതിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ അതൊരു പൊളിറ്റിക്സിൻ്റെ ഒരിത് വരുന്നില്ല. അപ്പോൾ തന്നെ എന്ത് കിട്ടി? നമ്മളുടെ അസെഷൻ റോങ് ആണ് കിട്ടി. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷനാണ് അതിൻ്റെ വരുന്നത്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് ശ്രീനാരായണ ഗുരുവിനെയും വൈക്കം അബ്ദുൽ ഖാദർ മൗലവിനെയും കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്.